നമസ്കാരം. ADGP MR അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കുന്ന വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചു. വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിളിച്ചു വരുത്തി ഒപ്പിടുകയായിരുന്നു. അജിത് കുമാറിനെ വ്യാജമൊഴിയിലും തൃശൂർ പൂര വിവാദത്തിലും കൊടുക്കാൻ പോലീസ് മേധാവി ശ്രമിക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ നീക്കം. സർക്കാരിന്റെ അതിവിശ്വസ്തനാണ് അജിത് കുമാർ എന്ന സന്ദേശം നൽകുകയാണ് ഇതിലൂടെ പിണറായി ചെയ്യുന്നത്. അതിനിടെ അജിത് കുമാറിനെ വിജിലൻസ് ഡയറക്ടർ ആക്കുമെന്നും സൂചനകളുണ്ട്. നിലവിലെ വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയെ അടുത്ത പോലീസ് മേധാവിയാക്കാനാണ് പിണറായിയുടെ നീക്കം. അതിനിടെ തൃശൂർ പൂരം കലക്കലിലും അജിത് കുമാറിനെതിരെ റിപ്പോർട്ട് നൽകാനാണ് പോലീസ് മേധാവിയുടെ നീക്കം. തൃശൂർ പൂര വിവാദത്തിലും ADGPക്ക് വീഴ്ചയുണ്ടായി എന്നാണ് പോലീസ് മേധാവിയുടെ നിഗമനമെന്നാണ് സൂചന. ഇതുകൂടി കണക്കിലെടുത്താണ് വിജിലൻസ് റിപ്പോർട്ട് പിണറായി അംഗീകരിക്കുന്നത്. അജിത് കുമാർ അഴിമതിക്കാരനല്ലെന്ന് വ്യക്തമാക്കുകയാണ് സർക്കാർ. PV അൻവർ ഉയർത്തിയ അഴിമതി ആരോപണത്തിലാണ് അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തിയത്. ഈ സാഹചര്യത്തിലും അജിത് കുമാറിനെതിരെ തൃശൂർ പൂരത്തിൽ റിപ്പോർട്ട് നൽകാനാണ് പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ തീരുമാനം. പൂരവിവാദ സമയത്ത് തൃശൂരിലുണ്ടായിട്ടും ക്രമസമാധാന പാലന ചുമതലയുള്ള ഉദ്യോഗസ്ഥന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സ്ഥലത്ത് പോലും പോയില്ലെന്ന് ഗുരുതര വീഴ്ചയായി കാണുന്നു. ഇതിൽ നടപടി ആവശ്യപ്പെട്ടുള്ള റിപ്പോർട്ടാകും ആഭ്യന്തര വകുപ്പിനെ കൈമാറുക. ADGP P. വിജയനെതിരെ വ്യാജമൊഴി നൽകിയെന്ന ആരോപണത്തിൽ അജിത് കുമാറിനെതിരെ സിവിൽ ക്രിമിനൽ കേസുകൾ എടുക്കാമെന്ന ശുപാർശയും മുഖ്യമന്ത്രി തള്ളും. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ വിശദമായി തന്നെ വിജിലൻസ് അന്വേഷിച്ചു. അതിലെല്ലാ ആരോപണവും അടിസ്ഥാനരഹിതമാണെന്ന് തെളിഞ്ഞു. ഇതിന് പിന്നാലെ പോലീസ് ഉന്നതർ ചേരി തിരിഞ്ഞെടുക്കുന്ന നിലപാടുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് തലവേദനയായി. പോലീസ് ഉന്നതതലത്തിലെ ചേരിപ്പോരും അതിരുവിട്ടതായി. തൃശൂർ പൂരം കലക്കൽ, RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, അനധികൃത സ്വത്ത് സമ്പാദനം, ADGP P. വിജയനെതിരായ വ്യാജമൊഴി എന്നീ വിഷയങ്ങളിൽ MR അജിത് കുമാർ അന്വേഷണം നേരിടുന്നതിനിടെ DGP ആയി സ്ഥാനക്കയറ്റം നൽകാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിരുന്നു. ചീഫ് സെക്രട്ടറി, പോലീസ് മേധാവി, ആഭ്യന്തര സെക്രട്ടറി, വിജിലൻസ് ഡയറക്ടർ എന്നിവരടങ്ങിയ IPS സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് സ്ഥാനക്കയറ്റത്തിന് അനുമതി നൽകിയത്. അതിനുശേഷം പോലീസ് മേധാവി ഇത്തരത്തിൽ നൽകുന്ന റിപ്പോർട്ടുകൾക്ക് സാധ്യതയില്ലെന്നാണ് സർക്കാർ പക്ഷം. പോലീസ് മേധാവിയാകാനുള്ള 6 പേരുടെ പട്ടികയിലും അജിത് കുമാറുണ്ട്. സീനിയോറിറ്റി പ്രകാരം പട്ടികയിലെ അവസാന പേരുകാരനാണ് അജിത് കുമാർ. UPSCയുടെ അന്തിമ ചുരുക്ക പട്ടികയിലെ 3 പേരിൽ ഒരാൾ അജിത് കുമാർ ആകുമോ എന്ന ആശങ്കയാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് കാരണമെന്ന വിലയിരുത്തൽ മുഖ്യമന്ത്രിക്കുണ്ട്. നിതിൻ അഗർവാൾ, രവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത, മനോജ് എബ്രഹാം, സുരേഷ് രാജ് പുരോഹിത് തുടങ്ങിയ സംസ്ഥാന കേഡറിലെ 6 മുതിർന്ന IPSകാരാണ് അടുത്ത ചീഫ് സെക്രട്ടറിയാകാനായി കേരളം തയ്യാറാക്കിയ പട്ടികയിലുള്ളത്. ഇതിൽ സീനിയോറിറ്റി പാലിച്ചുള്ള 3 അംഗ ചുരുക്ക പട്ടിക സർക്കാരിന് കിട്ടിയാൽ യോഗേഷ് ഗുപ്തയാകും പോലീസ് മേധാവിയാകാൻ കൂടുതൽ സാധ്യത. മുഖ്യമന്ത്രിയുടെ ഓഫീസും ഈ നീക്കത്തിന് അനുകൂലമാണ്. അജിത് കുമാറിന് താമസിയാതെ DGP പദവി കിട്ടും. ഈ സമയം അജിത് കുമാറിനെ വിജിലൻസ് മേധാവിയാക്കാനുള്ള സാധ്യത ഏറെയാണ്. തൃശൂർ പൂര നടത്തിപ്പിൽ അജിത് കുമാറിന് വീഴ്ചയുണ്ടായി എന്ന റിപ്പോർട്ട് ഉടൻ ആഭ്യന്തര വകുപ്പിന് കൈമാറുമെന്നാണ് വിവരം. തൃശൂർ പൂര വിവാദങ്ങൾ നടക്കുമ്പോൾ ആ പ്രദേശത്ത് ADGP ഉണ്ടായിരുന്നു. എന്നാൽ സ്ഥലത്തേക്ക് പോവുകയോ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുകയോ ചെയ്തില്ല. ഇത് ADGPയുടെ ഭാഗത്തുണ്ടായ അലംഭാവമാണെന്നാണ് വിലയിരുത്തൽ. ഈ റിപ്പോർട്ടിലും സർക്കാർ നടപടിയെടുക്കാൻ സാധ്യത കുറവാണ്. പോലീസിലെ താക്കോൽ സ്ഥാനത്ത് MR അജിത് കുമാറിനെ നിയമിക്കാൻ നീക്കം സജീവമാണ്. അതിനിടയിലാണ് പോലീസ് മേധാവിയുടെ നീക്കം.